നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് പറയുന്ന വിഷയം മകരമാസത്തിലെ ചൊവ്വയെ പറ്റിയാണ്. അതിനെയാണ് മകര ചൊവ്വ എന്ന് പറയുന്നത്. അപ്പൊ മകര ചൊവ്വ എന്നാണ് വരുന്നത്. ഈ ജാനുവരി 20-ാം തീയതിയാണ് മകര ചൊവ്വ വരുന്നത്. അപ്പൊ മകര ചൊവ്വ എന്താണ് മകര ചൊവ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശേഷങ്ങൾ എന്തെല്ലാം? അപ്പൊ പുതുതലമുറയിലെ ആൾക്കാർക്ക് അറിയാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ പഴയ തലമുറയിലുള്ള ആൾക്കാർക്കോ അതേപോലെയുള്ള ബന്ധപ്പെട്ട ചില ആൾക്കാർക്കോ മകര ചൊവ്വ എന്താണെന്ന് അറിയാൻ പറ്റും. മകരമാസത്തിലെ ആദ്യം വരുന്ന ചൊവ്വ, അതിനെയാണ് മകര ചൊവ്വയായിട്ട് കാണുന്നത്. അപ്പൊ മകരം എന്നത് ചൊവ്വ ഗ്രഹത്തിന്റെ ഉച്ചക്ഷേത്രമാണ്. അതായത് മകരം, ഇതാണ് മകരൻ രാശി. അതായത് മേടം, മേടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം. ഈ മകരൻ രാശിയിലാണ് ചൊവ്വ. ചൊവ്വയെ കുജൻ എന്ന് വരും. അതായത് ജ്യോതിഷത്തില് കുജൻ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ചൊവ്വ മകരൻ രാശിയിൽ നിന്നാൽ എന്താണ് പ്രത്യേകത? അതായത് ചൊവ്വയുടെ ഉച്ചരാശിയാണ് ഇത്, ചൊവ്വയുടെ ഉച്ചരാശി. അപ്പോ ഈ ചൊവ്വക്ക് 2 ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. അതായത് മേടൻ രാശിയുടെയും വൃശ്ചികൻ രാശിയുടെയും ഭാവാധിപത്യം ഈ ചൊവ്വക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചൊവ്വ ബലവാനായി വരുന്ന ഒരു സമയമാണ് ഈ മകരൻ രാശിയിൽ ചൊവ്വ വരുന്നത്. അപ്പൊ ഏത് രാശിയിലും ഏത് ഗ്രഹവും ഉച്ചത്തിൽ വന്നാൽ ആ ഗ്രഹത്തിന് ബലം കൂടും, ഫലദാനശേഷി കൂടും. അപ്പോൾ ചൊവ്വക്ക് ഫലദാനശേഷി കൂടുന്ന ഒരു സമയമാണ് ഈ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച. അപ്പൊ അവിടെ ചൊവ്വ നിൽക്കുന്ന മകരൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ചൊവ്വക്ക് ആധിപത്യമുള്ള 2 രാശിയിലെ നക്ഷത്രങ്ങൾക്ക് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ്. അതായത് മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക, കാലി. അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല സമയം കിട്ടുന്ന സമയമാണ് ഈ മകരൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നത്. അതേപോലെ തന്നെ വൃശ്ചികൻ രാശിയിലെ നക്ഷത്രക്കാർക്ക്, അതായത് വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട, ഇതാണ് വൃശ്ചികൻ രാശി. അപ്പൊ ഈ 2 രാശിയുടെ, അതായത് ഇവരുടെ നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾക്കും ഈ അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രങ്ങൾക്കും, അതായത് മേടൻ രാശിയുടെയും വൃശ്ചികൻ രാശിയുടെയും ആധിപത്യമുള്ള ചൊവ്വക്ക് ഇവിടെ ഉച്ചബലം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ എന്തൊക്കെയാണ് ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്നത്? അത് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഭൂമി സംബന്ധമായ എന്ത് കാര്യത്തിനും ഗുണാനുഭവം കിട്ടുന്ന ഒരു സമയമാണ്. ഭൂമി, അതായത് ചൊവ്വ എന്ന ഗ്രഹം ഭൂമിയുടെ കാരകത്വമുള്ളതാണ്. ഭൂമിയുടെ കാരകത്വം ചൊവ്വക്കുള്ളതാണ്. അപ്പൊ ചൊവ്വക്ക് ഈ ബലം കൂടുന്ന സമയത്ത് ഭൂമി സംബന്ധമായ എന്ത് കാര്യത്തിനും അവിടെ കൂടുതൽ ഫലം കിട്ടുന്ന ഒരു സമയം. അതേപോലെ തന്നെ ചൊവ്വാദോഷം, അത് ജാതകത്തിൽ ചില ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ സമയത്ത് വഴിപാടിന് പറ്റിയ ഒരു സമയമാണ്. അതുകൂടാതെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ അന്നത്തെ ദിവസം, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അന്നത്തെ ദിവസം വളരെയധികം വിശേഷാൽ പൂജകൾ നടത്തുന്ന ഒരു സമയം. അതുകൂടാതെ മുരുകന്റെ ക്ഷേത്രത്തിലും, മുരുകൻ ഇതിന്റെ ചൊവ്വയുടെ ഇതെല്ലാം അധിപനാണ് മുരുകനും ഭദ്രകാളി. അപ്പൊ ഈ 2
മുരുകനും ദേവിയും ഈ ചൊവ്വ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ദേവന്മാർക്കും ഈ ദേവീ ദേവന്മാർക്കും മുരുകനും ദേവി ഭദ്രകാളിക്കും വഴിപാട് നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഈ നക്ഷത്രക്കാർ, ഞാൻ ഈ പറഞ്ഞ മേടൻ രാശിയിലെയും വൃശ്ചിക രാശിയിലെയും നക്ഷത്രക്കാർ അന്ന് ഈ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഫലാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് മകര ചൊവ്വ. പിന്നെ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ദേവീക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക വഴിപാടുകളും പൂജകളും നടക്കുന്ന ദിവസമാണ്. അന്ന് മുരുകൻ എന്താണ് വഴിപാട് നടത്തേണ്ടത്? മുരുകന് കുമാരസൂക്തം കൊണ്ട് അർച്ചനയോ അഭിഷേകമോ ഒക്കെ നടത്തിയാൽ വളരെയധികം നല്ലതാണ്. അതുകൂടാതെ ഭദ്രകാളിക്ക് കാളി സൂക്ത പുഷ്പാഞ്ജലിയും കടും പായസവും സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. വിവാഹം നടക്കാത്തവർക്ക് ദേവിക്കും മുരുകനും വഴിപാട് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഈ ചൊവ്വ ചില സ്ഥാനങ്ങളിൽ നിന്നാണ് ചില ജാതകർക്ക് അത് വിവാഹത്തിന് തടസ്സമായിട്ടൊക്കെ വരും. അതിനെയാണ് ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. ഈ ചൊവ്വാദോഷത്തും മാറിക്കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. കാരണം അതിനുള്ള വഴിപാടുകളും അതുപോലെയുള്ള പ്രാർത്ഥനകളും ഒക്കെ നടത്തിയാൽ ചൊവ്വക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജാതകം ആ സ്ത്രീ പുരുഷന്മാർക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചൊവ്വാദോഷം എന്നും പറഞ്ഞ് അവരാരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഏതെങ്കിലും കാരണവശാൽ വിവാഹം നടക്കാത്തവർക്കൊക്കെ ഈ ചൊവ്വയുടെ പേര് പറഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഈ മകര ചൊവ്വ ദിവസം മുരുകനും ദേവിക്കും വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് അവരുടെ വിവാഹം നടത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച്, ഈ കൂറുകാരെ സംബന്ധിച്ച്, അതായത് മേടക്കൂറുകാരെയും വൃശ്ചികക്കൂറുകാർക്കും ഈ മകര ചൊവ്വ ദിവസം വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ അന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മുഴുവൻ തന്നെയും അന്ന് പൊങ്കാല സമർപ്പണവും അതേപോലെ തന്നെ ദേവിക്ക് വിശേഷ പൂജകളും അതേപോലെ തന്നെ മുരുക ക്ഷേത്രങ്ങളിലും വിശേഷ പൂജകളും നടക്കുന്ന ഒരു ദിവസമാണ് ഈ മകര ചൊവ്വ ദിവസം. മകരൻ രാശിയിലൂടെ ചൊവ്വ കടന്നു പോകുമ്പോഴാണ് അതിനെ മകര ചൊവ്വ എന്ന് പറയുന്നത്. ഫലദാനശേഷിക്ക് ഈ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ വരുമ്പോൾ ഫലദാനശേഷി കൂടും. അപ്പൊ അത് മേടത്തിന്, ഈ ചൊവ്വ ഗ്രഹത്തിന് മേടൻ രാശിക്കും അതേപോലെ തന്നെ ഈ വൃശ്ചികൻ രാശിക്കും ആധിപത്യമുള്ള സമയമാണ്. ഈ ചൊവ്വ ദിവസം ആധിപത്യം കൂടുന്നതാണ്. അപ്പൊ അന്നത്തെ ദിവസം ഈ വഴിപാട് സമർപ്പിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.